ലീഡ് കോഡിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരു ഇൻറ്റീജർ അറേ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇഫ് എനി വാല്യൂ അപ്പിയേഴ്സ് മോർ ദൻ വൺസ്, ഏതെങ്കിലും വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ കാണുകയാണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഫാൾസ്. ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. ഇതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ട്രൂ എന്ന് വരണം, ഇല്ലെങ്കിൽ ഫാൾസ് എന്ന് വരണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് നംസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റാണ്. അപ്പോൾ നമുക്കത് നേരെ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കാം. ഓക്കെ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്ത നംസ് എന്ന് കൊടുത്തു. നംസ് ഈക്വൽ ടു 1 2 3 4. ഓക്കെ, ഞാനത് സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്തു. l1.py. ഇനി ഈ സേവ് ചെയ്തത് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യണം എന്ത് നംസിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഓരോന്നിനും എടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ഇതിൽ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. അപ്പോൾ 1 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2 3 4 ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ 2 എടുക്കുക, ഈ 2നെ എടുത്തിട്ട് കമ്പയർ ചെയ്യുക. ബാക്കിയുള്ളത് 1 3 4 ആയിട്ട് കമ്പയർ ചെയ്യുക. പിന്നെ 3 എടുക്കുക, 3 എടുത്തിട്ട് 1 2 4 ആയിട്ട് കമ്പയർ ചെയ്യുക. 4 എടുക്കുക, 1 2 3 ആയിട്ട് കമ്പയർ ചെയ്യുക. അതായത് ഓരോ പൊസിഷനിലുള്ള ആൾക്കാരെടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തൊട്ട് അതല്ലാതെ ബാക്കി പൊസിഷനിലുള്ളതൊക്കെ കമ്പയർ ചെയ്യുക. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഫോർ ഐ ഇൻ നംസ്. ഓക്കെ, ഫോർ ഐ ഇൻ നംസ് നമുക്ക് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഫോർ ഐ ഇൻ നംസ് പ്രിൻറ്റ് എന്ന് കൊടുക്കാം. വാല്യൂസ് അവിടെ എല്ലാം 1 2 3 4 എല്ലാം പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 0, ലെങ്ത് ഓഫ് നംസ്. ഓക്കെ, ഒരു അറേ രൂപത്തിൽ നമ്മളതിന് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യാണ്? ഇവിടെ നംസ് എന്ന് പറഞ്ഞാൽ അറേയായിട്ട് കൺസിഡർ ചെയ്യാണ്. നംസ് ഓഫ് 5 പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് 1 2 3 4 പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതേ ലൂപ്പ് ഒന്നും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക? ഓരോന്ന് ചെക്ക് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 0 to ലെങ്ത് ഓഫ് നംസ്. ഇനി നമ്മളിവിടെ ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എന്തുണ്ട്? മൾട്ടിപ്പിൾ തവണ ഓരോന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് ഇവിടെ അതിൻ്റെ പകരം ജെ എന്ന് കൊടുക്കണം, ജെ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യത്തേത് ഐയും രണ്ടാമത്തേത് ജെയും. അപ്പം ആദ്യം എടുക്കുന്ന ആളാണ് ഐയിലാണ് വരിക, രണ്ടാമത് എടുക്കുന്ന ആൾ എന്തിൽ വരും? ജെയിൽ വരും. ഓക്കെ, അപ്പോൾ ഐയും ജെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമുക്കിവിടെ പോകേണ്ടത്. അപ്പോൾ ഐ എങ്ങനെ വരിക എന്നുള്ളത് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് എന്ത് ചെയ്യണം? ജെയും ഓരോന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ പോകണം, കമ്പയർ ചെയ്യണം. ഓക്കെ, നമ്മൾ നംസ് ഓഫ് ഐ നംസ് ഓഫ് ജെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 1 എടുക്കും, എന്നിട്ട് 1 2 3 4 അങ്ങനെ വരും. ഓക്കെ, 1 എടുത്തു, 1 1 1 2 1 3 1 4. 2 എടുത്തു, 2 1 2 2 2 3 2 4. അപ്പോൾ ഇതെല്ലാം അങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് പരസ്പരം കമ്പയർ ചെയ്യണമല്ലേ. 1 എടുത്താൽ ഇത് ഓരോന്നായിട്ട് പോകണം. അപ്പോൾ നമുക്ക് കമ്പയർ, ഇഫ് നമുക്ക് വേണ്ട എന്താ? ഇതും ഈക്വൽ ആണോ നോക്കണം അല്ലേ. പക്ഷേ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാണ്ട്, ഇഫ് ഐയും ജെയും ഈക്വൽ ആകാൻ പാടില്ല. ഐ നോട്ട് ഈക്വൽ ടു ജെയും കൂടെ ആയിരിക്കണം. ഓക്കെ, ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം ഇവിടെ ഒരു ടാബ് മിസ്സായിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടാബ് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1 2 ആയിട്ട് നോക്കും, 1 3 ആയിട്ട് നോക്കും, 1 4 ആയിട്ട് നോക്കും അല്ലേ. പിന്നെ 2 അങ്ങനെ ഇതുപോലെ നോക്കും. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ പറയാൻ പറ്റും, നമ്മൾ രണ്ടും ഒരേ അറേ തന്നെയാണ് അല്ലേ. 1 2 3 4 എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യണം, രണ്ട് രൂപത്തിലായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒന്ന് ഐ ഐട്രേറ്റ് ചെയ്യുമ്പോഴും മറ്റേ ജെ ഐട്രേറ്റ് ചെയ്യുമ്പോഴും. അതിൽ 1
2 3 4 അല്ലേ. അപ്പോൾ ഇത് ജെ ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ജെ ഈക്വൽ ടു 0 1 2 3 എന്ന് വരും. അതിൻ്റെ മുന്നേ ഇവിടെ ഐനെടുക്കും. ഐ എടുത്തിട്ട് 0 1 2 3 അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ 1നെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവരെല്ലാവരെയായിട്ടും കമ്പയർ ചെയ്യണം. ആരായിട്ട്? 2നായിട്ട് കമ്പയർ ചെയ്യണം, പിന്നെ 3നായിട്ട് കമ്പയർ ചെയ്യണം, പിന്നെ 4നായിട്ട് കമ്പയർ ചെയ്യണം. അത് നമ്മളിവിടെ ചെയ്ത് ഫസ്റ്റത്തെ എലമെൻ്റ് ആരാണ്? 1. ആ 1 നമ്മളിവിടെ എടുത്തു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, 2നായിട്ട് കമ്പയർ ചെയ്തു. ഐ നേരെ എടുത്തിട്ട് 2നായിട്ട് കമ്പയർ ചെയ്തു, പിന്നെ ഐ 3നായിട്ട് കമ്പയർ ചെയ്തു, 3നായിട്ട് കമ്പയർ ചെയ്തു, ഐ 4നായിട്ട് കമ്പയർ ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരിക. പിന്നെ അടുത്ത് നമ്മൾ ആരെടുക്കണത്? ഫസ്റ്റത്തെ സെറ്റ് കഴിഞ്ഞു. ഇനി ആരാണ്? 2നെ എടുക്കേണ്ടത്. 2 എടുത്തിട്ട് എന്ത് ചെയ്യണം? 1 3 4. ഈ 2നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 3 4. അതായത് ഡയറക്റ്റ് ഒരേ സംഗതിന് വീണ്ടും വീണ്ടും ഈക്വൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും അത് ഈക്വൽ ആവുമല്ലോ. നമുക്കതല്ലല്ലോ വേണ്ട. നമുക്ക് ബാക്കിയുള്ള ആരെങ്കിലും ഈക്വൽ ആണോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരും. ഇനി 3നെ എടുക്കുക, 4നെ എടുത്താൽ അതേപോലെ മൂന്നാളായിട്ട് കമ്പയർ ചെയ്യുക. അതായത് 4 അല്ലാതെ ബാക്കി ആൾക്കാരായിട്ടൊക്കെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ നമ്മൾ നേരെ പ്രിൻ്റ് ചെയ്യാണ് ചെയ്തല്ലേ. ഇനി നമുക്കിത് കമ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുക കമ്പയർ ഇഫ് നംസ് ഓഫ് ഐ ഈക്വൽ ടു നംസ് ഓഫ് ജെ അല്ലേ. അത് ഐയിലുള്ള ആളും ജെയിലുള്ള ആളും നമുക്ക് എന്ത് ചെയ്യണം, ഈക്വൽ ആണോ നോക്കണം അല്ലേ. ഐയിലുള്ള ആളെന്ന് പറഞ്ഞാൽ ഇയാളാണ്, ജെയിലുള്ള ആളെന്ന് പറഞ്ഞാൽ ഇയാളാണ്. അതായത് ഇവിടെയുള്ള ആൾ ഇവിടെയുള്ള ആളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്ത് പോകണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈക്വൽ ആയാൽ നമുക്ക് പറയാം എന്താ പറയാൻ പറ്റും, പ്രിൻ്റ്. വേറെ ആരെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത് പറയാം, യെസ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട്, സോ സ്റ്റോപ്പ് എന്ന് പറയാം. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് വേണ്ട ആവശ്യമില്ല, നമ്മൾ ഇനി തരേണ്ട ആവശ്യമില്ല. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ പറയാം, റിട്ടേൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ അതിൽ ക്ലോസ് ആയിട്ടുണ്ട്, കൊണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ എനിവേ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ചുരുക്കത്തിൽ. ഇനി അതല്ല, ഇതൊക്കെ ഫുള്ള് കറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് പറയാം, നമുക്ക് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ പറയണ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഡ്യൂപ്പ് ഈക്വൽ ടു, ഞാൻ ആദ്യം തീരുമാനിക്കുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നുള്ളത്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്തിയ നിമിഷത്തിൽ ഞാൻ എന്ത് പറയണം, അതിൻ്റെ വാല്യൂ മാറ്റണം, ഡ്യൂപ്ലിക്കേറ്റ് ഈക്വൽ ടു ട്രൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്നിട്ട് ചെക്ക് ചെയ്യുക എന്ത്, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വാല്യൂ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കുക. അല്ലെങ്കിൽ എനിക്കിവിടെ നേരെ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ഡ്യൂപ്പ്, ഇത് പ്രിൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റും എന്ത്, ഇത് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ എന്തില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ല നോക്കാം പറയാം. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഓക്കെ, ഫാൾസ്, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് 1 2 3 4 5 6 ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട് സ്റ്റോപ്പ്, ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട് സ്റ്റോപ്പ് അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടില്ല, അതും കൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത് മൊത്തം നമ്മളൊരു ഫംഗ്ഷനിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ആക്കണം. നംസ് എന്നുള്ളത് ഞാൻ താഴെ നിന്ന് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നംസ് താഴെ ഇവിടെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഡിഫൈൻ ചെയ്തു. ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ഫൈൻഡ് ചെക്ക് ഡ്യൂപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, എനിക്കിഷ്ടമുള്ള പേരിൽ ഞാൻ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ മുകളിലാണ് കോൾ ചെയ്യണം. അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യണം, ഞാനിത് പാസ് ചെയ്യണം. അപ്പോൾ അത് പാസ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് തിരിച്ചു വരുന്ന സംഗതി ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ പറയണ ഡ്യൂപ്പ് അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു ചെക്കപ്പ് പ്രിൻറ്റ് ഡി എന്ന് പറയണം. അപ്പോൾ ട്രൂ ഫാൾസ് അവിടെ വരും. ഇനി ഫംഗ്ഷൻ ഞാനിവിടെ മേലെ ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് ഡിഫൈന് ചെക്കപ്പ്. ഓക്കെ, ചെക്കപ്പാണ് നമ്മൾ, ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ആളാരാണ്, നംസ് എന്നുള്ള ഒരാളാണ് വരിക അല്ലേ. നംസ് എന്നുള്ള ആൾ ഇവിടുന്ന് പാസ് ചെയ്തു, ഇവിടുന്ന് പാസ് ചെയ്തു, ആ നംസ് ഇവിടെ എത്തും. ഇനി ഇവിടെ നിന്നാണ് എല്ലാ ജോലിയും ചെയ്യുക. ഇനി ഇത് മൊത്തം ഞാൻ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യണ എത്ര കാര്യമുള്ളൂ, ഒരൊറ്റ ടാബ് കൊടുക്കാം, ടാബ്. ഓക്കെ, ഇനി ഡ്യൂപ്പ് ഈക്വൽ ടു ട്രൂ എന്നൊക്കെ കൊടുത്തു. എനിക്ക് ഇവിടെ തന്നെ നേരെ എന്ത് ചെയ്യാം, ഡ്യൂപ്പ് ഈക്വൽ ടു ട്രൂവിൻ്റെ പകരം
റിട്ടേൺ ട്രൂ റിട്ടേൺ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോറിൽ ഫുള്ള് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞു വന്നു. ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഫാൾസ് കൊടുക്കാം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന് അറിയിക്കാൻ. ഓക്കെ, ഫുള്ള് കറങ്ങുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ട അവിടെ നിന്ന് എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് ഫോണിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും അല്ലേ. അപ്പോൾ ട്രൂ എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടും, ഇവിടെ തിരിച്ചെത്തും. അതായത് യഥാർത്ഥത്തിൽ പൈത്തണിൽ മെയിൻ ഫംഗ്ഷൻ എവിടെയാണ് വരിക, നമ്മൾ ടാബ് ഒന്നും കൊടുക്കാതെ ഇവിടെ ഉള്ളതാണ് വരിക. മെയിൻ ഫംഗ്ഷന് എവിടെ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും, ഇവിടെയാണ് മെയിൻ സ്റ്റാർട്ട് ചെയ്തത്. മെയിൻ സ്റ്റാർട്ട്സ് ഹിയർ അല്ലേ, മെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യം നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് ഇവിടെ പാസ് ചെയ്യാൻ പോകണം, ഇവിടെ എക്സ് പാസ് ചെയ്യാൻ പോകണം. എക്സ് പാസ് ചെയ്തു. ആ പാസ് ചെയ്ത എക്സിനെ ഇവിടെ പിടിച്ചു. ആ എക്സിൻ്റെ വാല്യൂ എന്താ, നംസായില്ല. ഈ 1 2 3 4 5 നമ്പർ മൊത്തം എവിടെ ഉണ്ട്, നംസിലുണ്ട്. ആ നംസിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ രണ്ട് പിന്നെ ലൂപ്പിലിട്ടിട്ട് കറക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഐയും ജെയും ഈക്വൽ എല്ലാ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, എവിടെയെങ്കിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ നോക്കി, ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്തു. ഓക്കെ, എക്സ്പെക്റ്റഡ് കോളം എന്ന് പറയുന്നുണ്ട്, നോക്കാം. ഇൻറ്റൻറ്റിലുള്ള ചെറിയ പ്രശ്നമായിരിക്കും അവിടെ ഉണ്ടാവും. ഓക്കെ, ഗെയിൻ വി ഓപ്പൺ. ഓക്കെ, നമ്മുടെ ഇതിൽ ഇൻറ്റൻസ് നല്ല വിഷയമാണ്. ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ചില പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഇവിടെ ഒരു സെമി കോളത്തിൻ്റെ കുറവുണ്ട്. ഓക്കെ, അപ്പം ഫാൾസ് എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. അതായത് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നാണ് പറയണത്. നമുക്ക് വീണ്ടും അടുത്തൊരു വാല്യൂ കൊടുത്തു നോക്കാം, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുത്തു നോക്കാം. സേ 4 ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം സംഭവിച്ചു, യെസ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിൽ നോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഇവിടെ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ 2 ഫോർ ലൂപ്പ് ഉണ്ട്. അതായത് 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 4 × 4 ടൈംസ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. 16 തവണ എന്ത് ചെയ്യണം, വേസ്റ്റ് കേസിൽ വർക്ക് ചെയ്യണം. അത് ഏറ്റവും അവസാനമാണ് നമ്മൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിച്ച് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അത്രയും പ്രാവശ്യം എന്ത് ചെയ്യണം, ഇത് കറങ്ങണം, 4 × 4 ടൈംസ് പോകണം. അതിന് നമുക്കൊരു ബെറ്റർ സൊല്യൂഷൻ വേണം അല്ലേ. 2 ലൂപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് ആക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെക്കപ്പ് പറയണം. ഓക്കെ, ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ്, അവിടെ നംസ് വാല്യൂ പാസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുക, 2 ലൂപ്പിൻ്റെ പകരം നമ്മൾ പറഞ്ഞു ഒരു ലൂപ്പ് യൂസ് ചെയ്യാമെന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാം, ഫോർ I in range of 0, length of nums. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം കറങ്ങണം. അപ്പോൾ ആലോചിക്കുക, ഒരു പ്രാവശ്യം നമുക്ക് കറങ്ങിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം, കോഡ് കറക്റ്റാണോ നോക്കാൻ. നംസ് ഓഫ് ഐ പ്രിൻറ്റ് ചെയ്ത് നമ്മൾ. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ചെക്കപ്പ് എന്നല്ല ഫംഗ്ഷൻ്റെ പേര്, ചെക്കപ്പ്, ചെക്ക് ഡ്യൂപ്പിലേക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. സേ 1 2 3 4 കൊടുത്തു. ഇത് വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഓക്കെ, 1 2 3 4 പ്രിൻറ്റ് ചെയ്തു, റെഡി. ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പകരം നമുക്ക് സെറ്റോ ലിസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ എസ് ഈക്വൽ ടു ഞാൻ സെറ്റ് ഉപയോഗിക്കാം, മൈ സെറ്റ് ഉപയോഗിക്കണം. മൈ സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് ഇതിലേക്ക് വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം, പക്ഷേ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് കയറില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തേക്ക് വാല്യൂ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഓൾറെഡി സെറ്റിൽ ഇല്ലെങ്കിൽ സെറ്റിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. ഇഫ് നമ്മളെ നമ്പർ അല്ലേ, അങ്ങനെ നമ്മൾ നമ്പർ നോക്കാം, നംസ് ഓഫ് ഐ നോട്ട് ഇൻ മൈ സെറ്റ്, എൻ്റെ സെറ്റിലില്ലെങ്കിൽ എന്ത് ചെയ്യുക, മൈ സെറ്റിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ ഓക്കെ നമ്മൾ സെറ്റിലേക്ക് നമ്മളിങ്ങനെ ആഡ് ചെയ്തു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് നോക്കാം. സെറ്റിൽ ആരൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് മൈ സെറ്റ് അല്ലേ, സെറ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയൊക്കെ ലാസ്റ്റ് 1 2 3 4 ഓരോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ആഡ് ചെയ്താലും എനിക്ക് എന്ത് കിട്ടും, ഇവിടെ 1 2 3 4 5 ഞാൻ 400 പ്രാവശ്യം ആഡ് ചെയ്ത് വിചാരിക്കും, എന്നാലും എനിക്ക് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുള്ളൂ സെറ്റിൽ കിട്ടുള്ളൂ. 1 2 3 4 5 അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നേരെ ലെങ്ത്ത് ചെക്ക് ചെയ്ത് നോക്കാം, രണ്ടിനും ലെങ്ത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ലാസ്റ്റ് നോക്കാം, ഇഫ് ലെങ്ത് ഓഫ് നംസ് if length of nums equal to length of my set, രണ്ടും ഈക്വൽ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം, നോ ഡ്യൂപ്ലിക്കേറ്റ്സ്, റിട്ടേൺ ഫാൾസ്, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല എന്ന് പറയാം. ഓക്കെ അല്ലെങ്കിൽ എനിക്കെന്ത് പറയാം, റിട്ടേൺ ട്രൂ എന്നും പറയാം. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ഒരു എളുപ്പമുള്ള വഴിയാണ്. ഓക്കെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് എടുത്തിട്ട് പിന്നെ ലെങ്ത്ത് കൊടുത്തു. ഓക്കെ ട്രൂ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പമുള്ള മെത്തേഡാണ്. സ്പീഡായിട്ട് എന്ത് ചെയ്യും കാര്യം നടക്കും, ഫാൾസ് ഒരേ സംഗതി വർക്കൗട്ട്. ഇനി ഇതിനേക്കാൾ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റിയൊരു സംഗതി ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ നേരെ സെറ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നംസിനെ കൺവേർട്ട് ചെയ്യുക. ഇതൊന്നും വേണ്ട, നേരെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ നേരെ കൺവേർട്ട് ചെയ്യുക, മൈസെറ്റിൽ എന്ത് ചെയ്യുക, നംസിനെ മൈസെറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത്ത് ചെക്ക് ചെയ്യുക. ഓക്കെ ഇങ്ങനെ രൂപത്തിലും ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നുകൂടി ഒരു സിംപ്ലർ ടെക്നിക്കാണ്. ഒരു 3 രൂപത്തിൽ നമ്മൾ നോക്കി, 3 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനേക്കാൾ എളുപ്പമുള്ള പല വഴികളുണ്ടാവും, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ താങ്ക് യു.